പാലക്കാട് തൂത ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ നിയമിച്ച നടപടിക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നടപടി സ്റ്റേ ചെയ്തത്. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട കോടതി ഇടപെടൽ എത്തരത്തിലായിരുന്നു? ലക്ഷ്മി, പാലക്കാട് തൂത്ത ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ നേരത്തെ മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 21-നായിരുന്നു ഇത്തരത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 4 പേരെ നിയമിച്ചത്. ഈ നടപടിയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഈ CPM പാർട്ടി അംഗങ്ങൾ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് പ്രവർത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭക്തൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പാർട്ടിയിൽ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം വക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യ ട്രസ്റ്റിമാരായിട്ട് നിയമിക്കപ്പെടുവാനോ പാടില്ല എന്നുള്ളതാണ് ചട്ടം. ഈ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 4 പേരെ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 4 പേരെ നിയമിച്ചത് എന്നുള്ളതായിരുന്നു ആക്ഷേപം. എന്തായാലും താൽക്കാലികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിലാണ് 2 ആഴ്ചത്തേക്ക് ഈ 4 CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയും തൂത്ത ഭഗവതി ക്ഷേത്രത്തിന്റെ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് പ്രവർത്തിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്.